മണിപ്പൂർ കത്തുകയാണ്. ഇന്ത്യൻ സൈന്യത്തിനോ മണിപ്പൂരിലുള്ള കമാൻഡോ ഫോഴ്സിനോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ മെയ്തേയ് വിഭാഗം, അതായത് അവിടുത്തെ ബിരൻ സിംഗ്, അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂണിഫൈഡ് ആയിട്ടുള്ള ഫോഴ്സ്, അതായത് ഇന്ത്യൻ കരസേനയും അസാം റൈഫിൾസും പാരാമിലിറ്ററിയും അതേപോലെ തന്നെ മണിപ്പൂർ പോലീസിനെയും ചേർത്തുള്ള യൂണിഫൈഡ് കമാൻഡിൻ്റെ കൺട്രോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഗവൺമെൻറ്റിന് കൈമാറണം. ഇതാണ് അയാളുടെ ആവശ്യം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മണിപ്പൂരിൻ്റെ ക്യാപിറ്റലായ ഇംഫാലിൽ മെയ്തേയ് വിഭാഗങ്ങൾ അവിടെ പ്രതിഷേധം നടത്തുന്നു. അവിടെ കലക്ടറിൻ്റെ ഓഫീസിൽ ഇന്ത്യൻ പതാക മാറ്റിയിട്ട് മെയ്തേയ് വിഭാഗത്തിൻ്റെ പതാക ഹോസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഇത്രയും പ്രകോപനമുണ്ടാകാനുണ്ടായ കാരണം? കുക്കി വിഭാഗക്കാർ മെയ്തേയ് വിഭാഗക്കാർ പോകുന്ന പലയിടത്തും, പ്രത്യേകിച്ച് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ അങ്ങോട്ടേക്ക് റോക്കറ്റ് അയക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, റോക്കറ്റാണ് അയച്ചിരിക്കുന്നത്. ഡ്രോണിൽ ബോംബ് കൊണ്ടിടുന്നു. ആലോചിച്ച് നോക്കൂ, ഇവിടെ നിന്നുള്ള കാര്യം എത്ര പെട്ടെന്നാണ് അത് എസ്കലേറ്റ് ചെയ്ത് വലിയൊരു ഇഷ്യൂ ആയി മാറുന്നു. ഈ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം ഉയർന്നു വരുന്നൊരു രാജ്യമാണ്. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, വേഷങ്ങൾ, വിധാനങ്ങൾ, 100-200 കിലോമീറ്റർ കംപ്ലീറ്റ് മാറുന്ന പ്രദേശങ്ങൾ, അത്ര വിഭിന്നമാണ് നമ്മുടെ രാജ്യം. ആലോചിച്ച് നോക്കുക, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ ആ പ്രദേശവും ഡൽഹി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങളെടുക്കുക ബംഗാൾ, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ബംഗാളായി. സിലിഗുഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ 2-3 സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഗുവാഹട്ടി ആ ഭാഗത്തിന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത നോർത്ത് ഈസ്റ്റിൻ്റെ പലയിടത്തോട്ട്, പല സ്റ്റേറ്റുകളിലോട്ട് പോകുന്നു. ഈ ആസാമിൻ്റെ കൾച്ചറല്ല പല നോർത്ത് ഈസ്റ്റേൺ ചെറിയ ചെറിയ സ്റ്റേറ്റുകൾക്ക്. ബംഗാളിൻ്റെ കൾച്ചറല്ല നോർത്ത് ഈസ്റ്റേൻ്റെ അവിടെയുള്ള അടുത്തുള്ള സ്റ്റേറ്റുകൾക്ക്. പക്ഷേ ഇവരെല്ലാം കോമൺ ആയിട്ട്, ഈ നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകളെല്ലാം ഒരു ചൈനീസ് രീതിയാണ്. ഇപ്പോൾ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുക, അല്ലെ നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുക. ഇപ്പോൾ ഡാർജിലിംഗുകാരുടെ പ്രധാനമായിട്ടും ഒരു ചൈനീസ് രീതിയിലുള്ള കൾച്ചറും ഫുഡും ആഹാരവും ഒക്കെയാണ് അവരുപയോഗിക്കുന്നത്. പക്ഷേ ഇത്ര വർഷം കൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് ഈ നോർത്ത് ഈസ്റ്റ്. അതാണ് പലപ്പോഴും ഇന്ത്യ എത്രയോ കൊല്ലം ഭരിച്ചിരുന്നവർക്കും കാണാതെ പോയ പല കാരണങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റിലോട്ട് പലപ്പോഴും നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ഉറപ്പായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഗവൺമെൻറ്റാണ് നോർത്ത് ഈസ്റ്റിലോട്ട് ഡെവലപ്മെൻറ്റും റോഡും പരിപാടികളും അതിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. കാരണം ഇത് വിസിബിളാണ്, നമ്മളവിടെ പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പ്രധാനപ്പെട്ട പോയിൻ്റ് അതൊന്നുമല്ല. ഇത് ബേസിക്കലി ട്രൈബൽ ലാൻഡാണ് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നോർത്ത് ഈസ്റ്റിൻ്റെ വലിയൊരു ഭാഗവും ചൈനയുടെ ബോർഡറാണ്, മ്യാൻമാറിൻ്റെ ബോർഡറാണ്. ഇന്ത്യയുമായിട്ട് ചേർന്ന ഏറ്റവും വലിയ ബോർഡർ ചൈനയുടെ, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ വരുന്നുള്ളൂ. ഈ ബോർഡർ, ആ ഭാഗത്തുള്ള പ്രദേശം, അരുണാചൽ ഇങ്ങനെയുള്ള ഭാഗത്ത് ഇവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ദേശീയതയൊക്കെ ഭയങ്കരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം മെയ്തേയ്ക്കാർ കുക്കികളെ നക്സലൈറ്റിനെ പോലെ അറ്റാക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുക്കികളുടെ വലിയൊരു വിഭാഗം ഇന്ത്യൻ സൈന്യത്തിലും ഇന്ത്യൻ പാരാമിലിറ്ററിയിലും ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ഗൂർഖയുടെ ഒരു മറ്റൊരു വിഭാഗമാണ്. അവരെ എങ്ങനെ ഇന്ത്യയുടെ ശത്രുവായെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാർക്ക് അവരെ ഫയർ ചെയ്യാൻ പറ്റും? വല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ മണിപ്പൂരിലാണെങ്കിലും നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തൊക്കെ ഈ എയർ വാർഫെയർ, അതായത്
ആകാശത്തു നിന്നും ഈ ഡ്രോണുകൾ വരുന്നു, റോക്കറ്റ് അറ്റാക്ക് ഇപ്പോഴും ആദ്യമായിട്ടാണ് ആ ഭാഗത്തുണ്ടാകുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുമില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇതാണ് ഈ പോയിന്റിലോട്ടാണ് ഞാൻ കടക്കുന്നത്. അതായത് ബംഗ്ലാദേശ് ഇഷ്യൂവിൻ്റെ ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഇതിനകത്ത് ബാഹ്യശക്തികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പല ചാനലും, പ്രധാനപ്പെട്ട നാഷണൽ ചാനലൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നു അമേരിക്ക വാടയാണ്. ഉറപ്പായിട്ടും അമേരിക്കയാണ് പുറകിൽ, ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് അമേരിക്കയെ വലിച്ചഴിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതിൻ്റെ കാര്യം ആരാ? ഈ റഷ്യ ഉക്രൈൻ വാറല്ലേ. ഇതിനകത്ത് റഷ്യയെ പോയി കെട്ടിപ്പിടിക്കാൻ പോയതും, റഷ്യയുടെ കൂടെ ഓയിൽ മേടിക്കാൻ പോയതും, റിലയൻസിന് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കാൻ പോയതുമാണ് ഇവിടുത്തെ ഇഷ്യൂ ആയത്. അത് എവിടുന്നൊക്കെ എങ്ങോട്ടാണ് പോകുന്ന ആലോചിച്ച് നോക്ക്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കുക, ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവ 2 ദിവസം മുമ്പ് ബംഗ്ലാദേശിൻ്റെ അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവർ ട്വീറ്റ് ചെയ്തേക്കാണ്, ഇന്ത്യ അവരുടെ ഒരു പെൺകുട്ടിയെ BSF ജവാന്മാർ വെടിവെച്ചു കൊന്നു. പഴയ ട്വീറ്റാണ്, ഇതിപ്പം വേറെ എങ്ങും വലിയ സംഭവമായി മാറി. കാരണം ഇപ്പോഴും ഫയറിങ് നടക്കാൻ തുടങ്ങി. ആ രീതിയിലോട്ട് ബംഗ്ലാദേശിൻ്റെ ബോർഡർ മാറി. നോർത്ത് ഈസ്റ്റിൻ്റെ ചൈനീസ് ബോർഡർ ആലോചിക്കുന്നത്, മണിപ്പൂരിൽ തുടങ്ങി ഇത് പെട്ടെന്ന് അരുണാചലിൽ കയറും, പെട്ടെന്ന് മിസോറാമിൽ വരാം, ഇത് പെട്ടെന്ന് മേഘാലയ വരാം, ഷിലോങ്ങിൽ വരാം, ഇതങ്ങ് വ്യാപിക്കും. ഇവിടെയാണ് നമ്മൾ അടിയന്തരമായിട്ട് ഇടപെടേണ്ടത്. ഇതാ ഞാൻ പറയും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പെട്ടെന്ന് ഒരാൾക്ക് കയറി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. എത്ര പോലീസെന്നും പറഞ്ഞുകൊണ്ട്, പട്ടാളമെന്നും പറഞ്ഞുകൊണ്ടാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ആർട്ടിക്കിൾ 370 കാശ്മീരിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്, ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സ്, രാഷ്ട്രീയ റൈഫിൾസ്, സൈന്യത്തിൻ്റെ മറ്റ് വിഭാഗങ്ങൾ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആംഡ് പോലീസ്, പഞ്ചാബിൻ്റെ ആംഡ് പോലീസ്, ഇതിനെല്ലാം കൂടെ 10-15 കിലോമീറ്റർ റോഡിൻ്റെ ഓരോ ഭാഗം 15 മീറ്റർ, കിലോമീറ്ററല്ല 15 മീറ്റർ, 10 മീറ്റർ ഇങ്ങനെ ഡിപ്ലോയ് ആയിരുന്നു. പിന്നെ ഗ്രാജുവലി അതിനെ വിഡ്രോ ചെയ്തു. അപ്പോൾ ഒരേ സമയത്ത് കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നു, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നു, ഇനി അടുത്തത് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ ഇഷ്യൂ ഉണ്ടാകുന്നു. ഇത്രയും പട്ടാളക്കാരും സൈന്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നമുക്കിതൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കും. പറ്റില്ല, അത്രമാത്രം നമ്മൾ വളർന്നിട്ടില്ല. അതേപോലൊരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഈ മണിപ്പൂരിൻ്റെയും ടെറൈൻ എന്ന് പറയുന്നത് വല്ലാത്ത ടെറൈനാണ്. ഈ കുക്കികൾ താമസിക്കുന്നതിലെ ഹിൽ ഏറിയലാണ്. ഈ പറയുന്ന പട്ടാളക്കാർക്കും പാരാമിലിറ്ററി ഫോഴ്സിനും അത്ര സിമ്പിളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കുക്കികളാണെങ്കിൽ ഈ ശരിക്കും ട്രൈബൽസാണ് ബേസിക്കലി. അവർക്ക് ഈ പറയുന്ന രീതി വളരെ സ്പ്രിങ്ങായ രീതിയിൽ അവർ പോരാളികളായി അവരുടെ നാഗാസിനെ പറ്റിയൊക്കെ വായിച്ച് നോക്കണം. അവർ ഈ കാശ്മീർ ടെററിസ്റ്റുകളെ പോലെ വിരണ്ടോടുകയും പേടിച്ചോടുകയും ചെയ്യുന്ന കക്ഷികളൊന്നുമല്ല. അതാണ് ഈ ഗൂർഖയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ബ്ലഡും DNA ആണ് ഇവർക്കുള്ളത്. അവിടുത്തെ ആണുങ്ങളെക്കാളും ഭയങ്കരമാണ്, ശക്തരാണ് അവിടുത്തെ പെണ്ണുങ്ങൾ. ആദ്യം അതെങ്കിലും മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത്, ഇതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല. ഇത് പല ഇഷ്യൂസും ഉണ്ടായിരുന്നു. ഈ റഷ്യ ഉക്രൈൻ വാറിൽ ഈ റഷ്യയോട് കാണിച്ച പ്രേമമാണ് തിരിച്ച് പല ഭാഗത്തായിട്ട് നമുക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഞാൻ സോറസാണ്, കോപ്പാണെന്ന് പറഞ്ഞു. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബംഗ്ലാദേശിൽ അടുത്ത് തന്നെ അമേരിക്ക അവിടെ കൊണ്ടൊരു ബേസ് വിടും. അമേരിക്കൻ ബേസ് വെരി സൂൺ ബംഗ്ലാദേശിൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ബേസ് വന്നു കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കുക. ഈ തമാശയൊന്നും അല്ല ഇത്. അത് പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിന് സപ്പോർട്ടീവായിരിക്കും. ഈ മ്യാൻമാറിൻ്റെ ആ ഭാഗവും ആ ഭാഗവും ത്രിപുരയും ഈ ക്രിസ്ത്യൻ ലാൻഡ് എന്ന് പറയുന്ന ചില ഹിന്ദി ചാനലും നാഷണൽ ചാനലൊക്കെ പറയുന്നതിന് ഞാൻ തള്ളിക്കളയുന്നില്ല. ഇതിനൊക്കെ തലവെച്ച് കൊടുക്കരുത്. ഇതിനൊക്കെ വളരെ
സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. നമ്മൾ ചാടിക്കേറി അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനോടും ഈ നാറ്റോ രാജ്യങ്ങളോടും യൂറോപ്യൻ രാജ്യങ്ങളോടും അടിക്കാൻ പോകേണ്ട സമയമല്ല. ഒരു കാരണവശാൽ ചൈന നമ്മളെ സഹായിക്കുകയില്ല. ചൈന നമ്മളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നമ്മൾ ചൈനയെ ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഈ സപ്പോർട്ടീവ് എലമെൻ്റ് വരുന്നത്. ഇപ്പോൾ പാകിസ്ഥാനാണ് കാശ്മീർ ടെററിസ്റ്റുകൾക്കും ഖാലിസ്ഥാൻ ടെററിസ്റ്റുകൾക്കും വെപ്പൺസ് കൊടുക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമേരിക്ക പറയാതെ ഇവരെ സഹായിക്കുമെന്ന്? എൻ്റെ ചോദ്യമാണ്. ഇതൊക്കെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഒരു രീതിയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ താല്പര്യമുണ്ട്. അമേരിക്ക ഇന്ത്യയെ താല്പര്യമുള്ള ഇന്ത്യക്കാരോടും നരേന്ദ്രമോദിയോടും ഭയങ്കര സ്നേഹമുള്ള അതിൻ്റെ കാര്യമല്ല. അതുകൊണ്ടല്ല അമേരിക്ക ഇന്ത്യയെ സ്നേഹിക്കുന്നത്, അമേരിക്ക ഇന്ത്യ വ്യാപാരം നടത്തുന്നത്, അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യം ഒറ്റ കാര്യമേ ഉള്ളൂ. ചൈനയുമായിട്ട് അടിച്ചു നിൽക്കാൻ ബോർഡറുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അതിനെ ആ രീതിയിലോട്ട് കൊണ്ടുവരിക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കോഡ് വരുന്നതും മറ്റുള്ള പല സപ്പോർട്ടീവായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് നമുക്ക് അനുകൂലമായിട്ട് പെരുമാറുന്നതും. ഇതിനകത്ത് മോഡി ട്രംപും ഒന്നും അല്ല, അമേരിക്കൻ താല്പര്യമാണത്. ആര് വന്നു കഴിഞ്ഞാലും അമേരിക്കയുടെ ഡീപ്പായിട്ടൊരു താല്പര്യമുണ്ട്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളിപ്പോൾ അമേരിക്കയോട് അടിക്കാൻ പോകേണ്ട സമയം നമുക്കതൊന്നും ആയിട്ടില്ല. നമ്മൾ ഇന്നൊരു പട്ടിണി രാജ്യമാണ്. അമേരിക്ക പല ടാരിഫും നമ്മുടെ ഇപ്പോൾ IT-യിലും അവിടെ ഇവിടെയൊക്കെ ടാരിഫ് എടുത്ത് തല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അടിച്ച് ദൂരെ പോകും. സിമ്പിളാത്. അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി, അമേരിക്കയില അവിടുത്തെ ഫെഡറൽ റിസർവിൻ്റെ കാര്യം പറയാം. പെട്ടെന്ന് ഇന്ത്യയെ ബാധിക്കുന്നേ ആലോചിച്ചു. കാരണം നമ്മൾ തല അവൻ്റെ കഷത്തിൽ കൊണ്ട് വെച്ചേക്കുവാണ്. എന്നിട്ടിപ്പോൾ അവനെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചൈനയുമായിട്ട് ഇപ്പോൾ വാർ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സിമ്പിളായ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുകയാണ്. ആദ്യം നമുക്ക് സമാധാനപരമായ ഒരു സൊല്യൂഷനിൽ കൂടെ പോകണം. ഈ പറയുന്ന അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ ശത്രുവായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ ആ രാജ്യങ്ങളോട് ഈ രാജ്യങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമൊന്നും ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവർക്ക് പലർക്കും ചൈനയുമായിട്ട് ബിസിനസ് നടത്തിയ ഡീറിസ്ക് എന്നൊരു ഫാക്ടറാണ് പറയുന്നത്, ഡീലിങ്കിങ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കൂടുതൽ ഒരു മെച്ചപ്പെട്ട സ്റ്റേറ്റ് ആക്കി എടുക്കണം. പക്ഷെ അവരുടെ കൂടെ നിൽക്കണം. അതിൻ്റെ പേരിൽ റഷ്യയെ പോയി കെട്ടിപ്പിടിക്കാൻ പോകുന്നതാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അവനുമായിട്ട് കച്ചവടം നടത്താൻ പോകുന്നതാണ് പ്രശ്നമുണ്ടാകുന്നത്. കാരണം അവർ വളർത്തുന്ന ഒരു രാജ്യം, അവർ സഹായിക്കുന്ന ഒരു രാജ്യം അവരുടെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ഈ മണിപ്പൂരും ഈ ബംഗ്ലാദേശും ഈ കാശ്മീരും മറ്റുള്ള ഇഷ്യൂ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ സ്റ്റേറ്റുകളും പുരോഗതിക്ക് പോകുമോ? ഇതേപോലെ ഡിഫെൻസീവിലും ഒഫൻസീവിലും പോകുമോ? നമുക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാകുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഈ ഓരോ ദിവസം ഇത്ര ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. അവിടെ ഇന്നലെ മൈത്തി മൂവ്മെൻറ്റ് ആ കലക്ട്രേറ്റ് ഉൾപ്പെടെ അങ്ങ് പിടിച്ചെടുത്തു. പോലീസ് നോക്കി നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ സെക്യൂരിറ്റി ഫോഴ്സിനും ഒരു പരിധിക്കുള്ളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം ജനങ്ങൾക്ക് നേരെ ഫയർ ചെയ്യാൻ പറ്റൂ. എല്ലാത്തിനും പരിമിതിയുണ്ട്. ഇപ്പം ഇവിടെയാണ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത്. ഞാൻ ഈ പറയുന്ന മണിപ്പൂർ ഇഷ്യൂൻ്റെ ഒക്കെ പുറകിൽ പലതും ഉണ്ട്. ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.